മണിക്കിനാവിൻ കൊതുമ്പ് വെള്ളം തുഴഞ്ഞു വന്ന് നീ എനിക്കു വേണ്ടി. ചിരിയുടെ കുളിരലകൾ അതിലിളകിയ തരിവളകൾ, നീ അഴകിന്റെ കുളിരരുവി അതിലൊഴുകിയ മുരളിക ഞാൻ. പ്രണയിനി ഹരിമുരളിയിൽ ഇന്നനുരാഗരാഗമാല്യമായി നീ. മണിക്കിനാവിൻ കൊതുമ്പ് വെള്ളം തുഴഞ്ഞു വന്ന് നീ എനിക്കു വേണ്ടി. ഒരു ഒത്തുചേരലാണ്. കുടുംബക്കാർ തമ്മിൽ, സുഹൃത്തുക്കൾ തമ്മിൽ, കേരളീയർ ലോകത്തെവിടെയും മഹാബലിയെ ഓർക്കുന്ന ആ ദിവസങ്ങൾ. തിരുവോണ ദിവസത്തിൽ മഹാബലി തൻ്റെ പ്രജകളെ കാണാൻ വരുമെന്നാണല്ലോ സങ്കല്പം. എല്ലാ മലയാളികളും മഹാബലിയുടെ വരവിനായി അണിഞ്ഞൊരുങ്ങും. നന്മയും ന്യായവും നാടിന് നൽകി കേരളത്തെ സ്വർഗത്തേക്കാൾ സുന്ദരമാക്കിയ മഹാബലി ചക്രവർത്തി മലയാളികളായ നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ ഓണമെന്നാൽ ഓടിയെത്തുന്ന ഈ വരികളാണ്. മാവേലി നാട് വാണിടും കാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ, ആമോദത്തോടെ വസിക്കും കാലം ആപത്തങ്ങാർക്കും ഇല്ലതാനും. ആദികൾ വ്യാധികളൊന്നുമില്ല, ബാലമരണങ്ങൾ കേൾക്കാനില്ല, കള്ളവുമില്ല ചതിയുമില്ല, എള്ളോളമില്ല പൊളിവചനം, കള്ളം പറയും ചെറുനാഴിയും കള്ളത്തരങ്ങൾ മറ്റൊന്നുമില്ല. എത്ര മനോഹരമായ ഒരു ലോകം! സ്വർഗവും പാതാളവും ഉൾപ്പെടെ 3 ലോകങ്ങളെയും കീഴ്പ്പെടുത്തിയ മഹാബലി നമ്മുടെ കേരളത്തിൽ വാണിരുന്ന കാലം പ്രജകൾക്ക് സമാധാനവും ഐശ്വര്യവും നിറഞ്ഞതായിരുന്നു. ഭഗവാൻ വിഷ്ണു വാമന അവതാരത്തിൽ വന്നപ്പോൾ കൊടുത്ത വാക്ക് പാലിക്കുവാൻ സ്വന്തം ശിരസ് അടിയറവ് വെച്ചു. അങ്ങനെ പാതാള രാജ്യത്തിൽ പോകുമ്പോൾ തൻ്റെ പ്രജകളെ വർഷത്തിൽ 1 തവണ കാണുന്നതിനായി ഭഗവാൻ വിഷ്ണുവിനോട് ആവശ്യപ്പെട്ടിരുന്നു. ആ ഓണക്കാലത്ത് മഹാബലി തമ്പുരാൻ നമ്മളെ സന്ദർശിക്കുമ്പോൾ നമ്മൾക്കുണ്ടാവുന്ന ഉണർച്ചയും ഉന്മേഷവും സൗഹൃദവും സമാധാനവും അതെന്നും നമ്മളിൽ നിലനിൽക്കട്ടെ. Entertainment and excitement filled with various exhibition of skills for all age groups. We wish you all a very happy Onam. നിങ്ങൾക്കെല്ലാവർക്കും ന്യൂപോർട്ട് കേരള കമ്മ്യൂണിറ്റിയുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. We have a person who has gone a great deal to make NKC, Newport Kerala community's presence across the world. We can tell proudly that Newport Kerala community is on the global map with its own website. This website, I am sure, will open up more and more Newport Kerala community's achievements in the future days to come. The main person who has put his wealth of knowledge and hard work to these technological advancements is none other than Biju Thomas Pandivel, the Secretary of Newport Kerala Community. Now, I invite Biju Thomas Pandivel, the Secretary of NKC, to give away his welcome speech. ന്യൂപോർട്ടിലെ എൻ്റെ പ്രിയങ്കരായ മലയാളി സുഹൃത്തുക്കളെ, കുഞ്ഞുങ്ങളെ, ആദ്യമായി ഇന്നിവിടെ കലാപരിപാടികൾ പങ്കെടുക്കുവാനും അത് ആസ്വദിക്കുവാനും ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന നിങ്ങളേവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. കേട്ടുകേൾവികൾക്കും ഐതിഹ്യങ്ങൾക്കും നമ്മൾ മലയാളികൾ
നമ്മൾ മലയാളികൾക്ക് ഏറ്റവും സുഖമുള്ള ഒരാചാരമാണ് ഓണാഘോഷം. കഴിഞ്ഞുപോയ ഒരു നല്ല കാലഘട്ടത്തിൻ്റെ ഓർമ്മ പുതുക്കാൻ ആയിരുന്നു പണ്ടൊക്കെ ഓണമെങ്കിൽ, ഇന്ന് കഴിഞ്ഞുപോയ നല്ല ഓണക്കാലങ്ങളുടെ ഓർമ്മ പുതുക്കൽ കൂടിയാണ് ഇന്നത്തെ ഓണം. കേരളീയർ ഇത്ര ഒരുമയോടെ ആഘോഷിക്കുന്ന മറ്റൊരു ഉത്സവമുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. ജനങ്ങളെയെല്ലാം ഒരുപോലെ കണ്ടുകൊണ്ടിരുന്ന, അവരുടെ എല്ലാം ക്ഷേമങ്ങൾ അന്വേഷിച്ചു കൊണ്ടിരുന്ന ഒരു ഭരണാധികാരി അസാധ്യമായ ഒരു സങ്കല്പമോ വിദൂരമായ ഒരു സ്വപ്നമോ ആയി മാറി നമുക്ക് സങ്കല്പിക്കുക എന്ന് തന്നെ അത് വലിയൊരു കാര്യമാണ്. ഇന്ന് നമുക്ക് പ്രവാസികൾക്ക് കൊയ്ത്തും മെതിയും പുത്തരിയും ഓണപ്പൂക്കളുമൊന്നും ഇവിടെ ഇല്ല. എങ്കിലും ഉള്ളതുകൊണ്ട് ഓണം പോലെ എന്ന പഴമൊഴി യാഥാർത്ഥ്യമാക്കിക്കൊണ്ട് നാം ഇവിടെ ഓണം ആഘോഷിക്കുകയാണ്. നാട്ടിൽ നിന്നും അകന്നുള്ള ജീവിതത്തിൽ ഈ പ്രവാസി ലോകത്ത് ഏക ആശ്വാസം തന്നെ ഇതുപോലെയുള്ള മലയാളി കൂട്ടായ്മയും ആഘോഷങ്ങളുമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് ന്യൂപോർട്ടിലെ രണ്ടാമത്തെ ഓണം. പക്ഷേ ന്യൂപോർട്ടിലെ മലയാളികൾ ഏതാണ്ട് 10 വർഷങ്ങളായി ഓണം ആഘോഷിച്ചു വരുന്നുണ്ട്. ഏതാണ്ട് 80-ൽ പരം കുടുംബങ്ങളുള്ള ഈ ന്യൂപോർട്ടിലെ കൂട്ടായ്മയിൽ അംഗങ്ങൾക്ക് പരസ്പരം കാണുന്നതിനും സൗഹൃദം പങ്കുവയ്ക്കുന്നതിനുമുള്ള ഒരു വിലപ്പെട്ട അസുലഭ നിമിഷങ്ങളാണ് ഇതൊക്കെ. ഇക്കുറി നമ്മൾ ഓണാഘോഷം 2 ദിവസമാക്കി. കായിക മത്സരങ്ങൾ തിരുവോണ ദിവസം, അതായത് ഓഗസ്റ്റ് 29-ാം തീയതി YMCA സെന്ററിൽ വെച്ച് നടത്തുകയുണ്ടായി. സാംസ്കാരിക പരിപാടികൾ ഇന്നിവിടെ സെപ്റ്റംബർ 1-ാം തീയതി വെച്ച് നടത്തുവാൻ തീരുമാനിക്കുകയുണ്ടായി. ലഭ്യമായ എല്ലാ മീഡിയകളിലും നമ്മൾ ഇക്കാര്യം അംഗങ്ങളെ നേരത്തെ അറിയിക്കുകയുണ്ടായി. ഓണാഘോഷത്തിന് മുന്നോടിയായി നമ്മുടെ കൂട്ടായ്മയുടെ ഒരു വെബ്സൈറ്റ് newportkerala.co.uk എന്ന പേരിൽ ലോഞ്ച് ചെയ്തു. അതുപോലെ ആഘോഷ പരിപാടികളുടെ ചിട്ടയായ പ്രവർത്തനങ്ങൾ, അതിന് വിവിധ കമ്മിറ്റികൾ ഉണ്ടാക്കുകയും അതിൻ്റെ കോർഡിനേറ്റേഴ്സിനെ തിരഞ്ഞെടുക്കുകയും ചെയ്തു. കൾച്ചറൽ, സ്പോർട്സ്, ഫുഡ്, ഫണ്ട് റൈസിംഗ് കമ്മിറ്റി മെമ്പേഴ്സിനെ ഈ പരിപാടിയുടെ വിജയത്തിനു വേണ്ടി അക്ഷീണ പ്രവയുടെ NKCയുടെ നായകത്വം വഹിക്കുന്ന, നമ്മുടെ ഓണപരിപാടികൾക്ക് ചുക്കാൻ പിടിക്കുന്നയാൾ നമ്മുടെ പ്രിയങ്കരനായ നമ്മുടെ പ്രസിഡന്റ് ജോമി കുന്നത്തുപുരത്തിനെ ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്തുകൊള്ളും. നമ്മുടെ ഇടയിലുള്ള ഒരു ഉജ്ജ്വലമാഗ്നി, നമ്മുടെ ഇപ്രാവശ്യത്തെ കൾച്ചറൽ കോർഡിനേറ്റർ, നമ്മുടെ പ്രിയങ്കരനായ ജിനുവിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. 29-ാം തീയതി YMCA ഹാളിൽ വെച്ച് നടന്ന സ്പോർട്സ് ഡേക്ക് അക്ഷീണം പ്രയത്നിച്ച നമ്മുടെ സ്പോർട്സ് കോർഡിനേറ്റർ ടോസി തോമസിനെ ഈ വേദിയിലേക്ക് ഞാൻ ക്ഷണിക്കുകയാണ്. തങ്ങളുടെ കുട്ടികളുടെ കലാപ്രകടനങ്ങൾ ആസ്വദിക്കുവാനും കാണുവാനും എത്തിയവരാണ്. ഇവരെ അവരുടെ ഡാൻസും സംഗീതവും മറ്റും പഠിപ്പിക്കുകയും ട്രെയിൻ ചെയ്യുകയും ചെയ്ത ഇവിടെ ഡാൻസ് ടീച്ചേഴ്സ് ഉണ്ട്. ജിഷ, അതുപോലെ ജെയ്സ്, അവരെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ സാംസ്കാരിക പരിപാടികൾ, അതിൻ്റെ പാർട്ടിസിപ്പൻസ്, അവരുടെ മാതാപിതാക്കൾ, അതുപോലെ വെൽ വിഷേഴ്സ്, എല്ലാവരെയും ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തു.
ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് ഞാൻ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. Entry onto the stage, King Mahabali. Last year, during NKC's Christmas celebration, we saw a person who put all his hard work and passion to excel for his team from Kerala. And they exhibited one of the beautiful shows that NKC has never witnessed. After being elected as president of NKC, he has shown utmost enthusiasm and commitment to bring us all together for various good causes. Now I invite Jomichan Kunatapurere, the president of NKC, to deliver his presidential address. ബഹുമാനപ്പെട്ട നമ്മുടെ മഹാബലി, അതുപോലെ തന്നെ മുഖ്യ വിശിഷ്ടാതിഥികളെയും ന്യൂപോർട്ടിലെ എല്ലാ എൻ്റെ സുഹൃത്തുക്കൾക്കും അതുപോലെ തന്നെ ഏറ്റവും സ്നേഹം നിറഞ്ഞ കുഞ്ഞുമക്കൾക്കും എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ. ഓണം എന്താണെന്ന് പറഞ്ഞാലും നമുക്ക് ഒരു കൂട്ടായ്മ, നമുക്ക് ഒരു സന്തോഷത്തിൻ്റെ എല്ലാവർക്കും ഒരുമിച്ച് ഒത്തൊരുമിച്ച് ഒരുമയോടുകൂടി നടക്കുവാൻ കിട്ടുന്ന ഒരവസരം. നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ചെറുപ്പകാലത്ത് പഠിച്ചിരിക്കുന്ന കഥകൾ, മഹാബലിയെ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തിയ കഥകൾ. എന്താണെന്നറിയില്ല, മഹാബലി എന്ന് പറയുന്ന ആൾ ജീവിച്ചിരുന്നത് ആ കാലത്ത് സത്യത്തിന് വേണ്ടിയും ന്യായത്തിന് വേണ്ടിയും നിലകൊണ്ടിരുന്ന ഒരാൾ. ധർമ്മം, അതുപോലെ തന്നെ എല്ലാ രീതിയിലും സ്വന്തം പ്രജകൾക്ക് വേണ്ടി, ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിച്ച ഒരാൾ. ആ ആളെ
വെറും ഒരു കുഞ്ഞു മനുഷ്യൻ്റെ രൂപത്തിൽ വന്ന് പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തുന്ന ഒരവസ്ഥ ആണ് നമ്മൾ അന്ന് തൊട്ടേ കണ്ടിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ പൂർവിക കാലം മുതലേ സത്യത്തിനും ന്യായത്തിനും വേണ്ടി നിലനിൽക്കുന്ന ഒരാളെ ചവിട്ടി താഴ്ത്തുന്ന ഒരവസ്ഥ അന്ന് മുതലേ ഉണ്ടായിരുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിപ്പോഴും തുടരുന്നു. എന്താണെങ്കിലും വേണ്ടില്ല, നമുക്ക് ആ അവസ്ഥ മാറ്റിയെടുക്കുവാൻ, അതായത് ചവിട്ടി താഴ്ത്തുന്നത്, എല്ലാവർക്കും സത്യത്തിനും ന്യായത്തിനും വേണ്ടി നമുക്ക് നിലകൊള്ളുവാൻ വേണ്ടി നമുക്ക് ഈ ഓണത്തിലൂടെ നമ്മൾക്ക് എല്ലാവർക്കും പരിശ്രമിക്കാം. അതുപോലെ തന്നെ ഇന്നത്തെ ഈ ഓണാഘോഷ പരിപാടികൾ ഔദ്യോഗികമായി ഞാൻ ഉദ്ഘാടനം ചെയ്തുകൊള്ളുന്നു. That is the arrayed with 5 wigs. Each wig represents the 5 elements, the Panchabhutas, that make up this world as we know it: earth, water, fire, and air. It is also believed that the 5 wigs represent happiness, health, wealth, property, and offerings. നമ്മുടെ ന്യൂപോർട്ട് കേരള കമ്മിറ്റിയുടെ 2012 ഓണാഘോഷങ്ങൾക്ക് ഭദ്രദീപം തെളിയിക്കുന്നതിനായി മഹാബലിയെയും വേദിയിലിരിക്കുന്ന ഭാരവാഹികളെയും കൃത്യമായി സ്വാഗതം ചെയ്യുന്നു. Thank you all the office bearers and King Mahabali for lighting the lamp. There has never been an occasion without his speech during MKC gathering. With his extempore speech, he exchanges the depth and the ബഹുമാനപ്പെട്ട മാവേലി പ്രസിഡന്റ് ജോൺസൺ, ടോസി, ബിജു, പ്രിയ സഹോദരി സഹോദരന്മാരെ, മഹാബലി കേരളം ഭരിച്ചിരുന്നു എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. പക്ഷേ അദ്ദേഹം കേരളം ഭരിച്ചിരുന്നതായിട്ട് ഒരിടത്തും എഴുതിയിട്ടില്ല. മഹാബലിയെ പാതാളത്തിലേക്ക് വാമനന്റെ രൂപത്തിൽ മഹാവിഷ്ണു ഒന്ന് ചവിട്ടി താഴ്ത്തി എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. പക്ഷേ അങ്ങനെ ഒരിടത്തും എഴുതിയിട്ടില്ല. പിന്നെ നമ്മൾ ഈ ഒരുങ്ങി വന്നതും സാമ്പാറും അവിയലും ഉണ്ടാക്കിയതും വെറുതെയായി പോയി അങ്ങനെ വന്നു കഴിഞ്ഞാൽ. അപ്പോൾ അതിൻ്റെ ചരിത്രം എന്താണെന്ന് ജസ്റ്റ് ഒന്ന് ഓർപ്പിക്കാം എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഈ ഓണത്തിന് വേദവ്യാസനാണ് മഹാബലിയെക്കുറിച്ച് എഴുതിയിരിക്കുന്നത്. ഭാഗവതത്തിൽ വേദവ്യാസൻ ബലിക്കഥ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ അവസാന കൃതിയാണ് ബലിക്കഥ. ബലിക്കഥയിൽ മഹാബലി എന്ന് പറയുന്ന ഒരു രാജാവ് നർമ്മദാ തീരത്ത് ജീവിച്ചിരുന്നു എന്ന് അദ്ദേഹം എഴുതുന്നുണ്ട്. നർമ്മദ എന്ന് പറയുന്നത് ഇന്ത്യയുടെ മാർഗത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. മധ്യപ്രദേശ്, ഗുജറാത്ത് ആ സൈഡിലൂടെ ഒഴുകുന്ന ഒരു നദിയാണ്. ഈ നദി ഒരിക്കലും കേരളത്തിലൂടെ ഒഴുകിയിട്ടില്ല. അപ്പോൾ അദ്ദേഹം മഹാബലി കേരളത്തിൽ ജീവിച്ചിട്ടില്ല എന്നുള്ളതിന് യുക്തിഭദ്രമായ ഒരു തെളിവില്ല. 2, പരശുരാമൻ മഴുവറിഞ്ഞ് നേടിയതാണ് കേരളം എന്ന ഐതിഹ്യത്തിന് പുറമെ പരശുരാമന് മുമ്പ് അവതാരം കൊണ്ട വാമനൻ അദ്ദേഹത്തെ ചവിട്ടി താഴ്ത്തി എന്ന് പറയുന്നതിലും ഒരു യുക്തിയില്ല. അപ്പോൾ പിന്നെ എന്താണോ വേദവ്യാസനെ കുറിക്കുന്നത് ഇങ്ങനെയാണ്. അദ്ദേഹം ഈ മഹാബലി എന്ന് പറയുന്ന മനുഷ്യൻ നല്ലൊരു വ്യക്തിയായിരുന്നു, സുന്ദരനായിരുന്നു, സുമുഖനായിരുന്നു, അദ്ദേഹം ദാനശീലനായിരുന്നു, എല്ലാവർക്കും വാരിക്കോരി കൊടുക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. അദ്ദേഹം വാരിക്കോരി കൊടുക്കുമായിരുന്നു എല്ലാവർക്കും. അപ്പോൾ അദ്ദേഹത്തിന് ഒരു ഓണർഷിപ്പ് തോന്നി തുടങ്ങിയപ്പോൾ മഹാവിഷ്ണു അദ്ദേഹത്തെ പരീക്ഷിക്കാനായിട്ട്, ദേവലോകത്തിന് അസൂയ തോന്നിയിട്ടല്ല, മഹാവിഷ്ണു പരീക്ഷിക്കാനായിട്ട് വാമനന്റെ രൂപത്തിൽ അദ്ദേഹത്തിൻ്റെ അടുത്ത് എത്തുകയും 3 അടി മണ്ണ് ചോദിക്കുകയും ചെയ്തു. അദ്ദേഹം പറഞ്ഞു, 3 അടിക്ക് എവിടെ
ഇത് പന്തികേടാണ്. കാരണം എനിക്ക് ഇതുവരെ കിട്ടിയതെല്ലാം ദൈവത്തിൽ നിന്നാണ്. ഞാൻ പകർന്നു കൊടുത്തതും പങ്കിട്ട് കൊടുത്തതും ദാനം ചെയ്തതും എല്ലാം ദൈവം എനിക്ക് നൽകിയതാണെന്ന് അവബോധം അദ്ദേഹത്തിന് ഉണ്ടായപ്പോൾ രണ്ടാമത്തെ അടിക്ക് ഭൂമിയും സ്വർഗവും വളർന്നു നിൽക്കുന്ന ദൈവത്തിന്റെ മുമ്പിൽ അദ്ദേഹം തന്റെ കിരീടം മൂടി ഇനി എന്റെ ശിരസ്സെടുത്തു കൊണ്ടുവന്ന മട്ടിൽ സർവവും ദൈവത്തിന് സമർപ്പിച്ച് നിൽക്കുന്ന സമയത്ത് അദ്ദേഹത്തെ പാതാളത്തിലേക്കല്ല ചവിട്ടി താഴ്ത്തിയത്. അദ്ദേഹത്തിന്റെ തലയിൽ കാല് വെച്ചിട്ട് മഹാവിഷ്ണു പറയുകയാണ്, നിന്നെ ഞാൻ സുലോകത്തേക്ക് വിടുമെന്നാണ് പറയുന്നത്. എന്താണ് ഇങ്ങനെ ഒരു സുലോകം എന്ന് പറയുന്നത്? സുലഭം. സുലഭം എന്ന് പറയുന്നത് സൂൺ മീൻസ് വണ്ണസ്, ലെവൽ മീൻസ് തലം. വണ്ണസ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തോട് പറയുന്നുണ്ട്, നിനക്ക് അവിടെ ഇരുന്ന് വൈകുണ്ഠം കാണാമെന്നാണ് പറയുന്നത്. സ്വർഗാഭിപ്രാപ്യമായ സ്ഥലം, സ്വർഗാഭിപ്രാപ്യ സ്വർഗം പോലും പ്രാപിക്കാൻ ആഗ്രഹിക്കുന്ന സ്ഥലമാണ് സുലോകം. ഈ സുലോകത്തിലേക്കാണ് ഈ മഹാബലിയെ കടത്തിവിട്ടത്, അല്ലാതെ പാതാളത്തിലേക്കല്ല. ഇത് നമ്മുടെ സംസ്കാരത്തിന് അനുരൂപമാക്കാൻ വേണ്ടി ഏതോ ബുദ്ധിയുള്ള മനുഷ്യൻ ഒരു സിനിമാ കഥ എഴുതുന്ന രൂപത്തിൽ നമ്മുടെ സംസ്കാരത്തിന് ചേർന്ന രീതിയിൽ എഴുതി വെച്ചതാണ്. ഇതെപ്പോഴും ഒരു സിനിമാ കഥ പറയുന്ന ലാഘവത്തോടു കൂടി മാത്രമേ നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാവുള്ളൂ. ഇത് ആധികാരികതയോടെ പറഞ്ഞു കൊടുക്കരുത്. കാരണം ആധികാരികമായി എഴുതിയിരിക്കുന്നത് വേദവ്യാസം എഴുതി വെച്ച ഭാഗവതത്തിൽ എഴുതിയിരിക്കുന്ന ഈ ഭാഗമാണ്. വേറെ ഒരു എൻസൈക്ലോപീഡിയ തപ്പിയാലും നമുക്ക് ഇങ്ങനെയൊരു കഥ കിട്ടില്ല. അതുകൊണ്ട് ഈ കഥയെക്കുറിച്ച് ജസ്റ്റ് ഒന്ന് പറയാം ഈ ഓണം മെസ്സേജിലൂടെ എന്ന് ഞാൻ കരുതി. ഈ ഇതിന്റെ മെസ്സേജ് എന്ന് പറയുന്നത് മഹാബലി എന്ന് പറയുന്ന മനുഷ്യൻ മനസ്കനായ മനുഷ്യൻ. വാമനൻ പേര് സൂചിപ്പിക്കുന്ന വാ മീൻസ് കമ്മിങ്, ബ്രിങ്ങിങ്. മാനം മീൻസ് എക്സ്പീരിയൻസ്. വാമനൻ എന്ന് പറയുന്ന മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഹൂ ബ്രിങ്സ് എക്സ്പീരിയൻസ്. ആരാണ് എക്സ്പീരിയൻസ് കൊണ്ടുവരുന്നത്? കാലമാണ് നമുക്ക് അനുഭവങ്ങൾ കൊണ്ടുവരുന്നത്. ഈ അനുഭവങ്ങൾ കിട്ടുന്ന അനുഭവങ്ങൾ ദൈവത്തിൽ നിന്ന് കിട്ടുന്നതാണെന്ന് മനസ്സിലാക്കി ഞാൻ ദൈവത്തിന്റെ മുമ്പിൽ സമ്പൂർണ്ണ സമർപ്പണം ചെയ്തു കഴിഞ്ഞാൽ എന്നെ സുലോകത്തേക്ക്, ഈ സുലോകം എന്ന് പറഞ്ഞ വണ്ണസ്, എൻ്റെ എൻലൈറ്റ്മെന്റാണ് ഞാൻ ദൈവം ആഗ്രഹിക്കുന്നത്. ഞാൻ എൻലൈറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഞാൻ ദൈവവുമായി വണ്ണസ് ആകുന്നു. ഈ വണ്ണസിലൂടെ എൻ്റെ എൻലൈറ്റ്മെന്റിലൂടെ ഞാൻ ദൈവത്തെ പ്രാപിക്കുന്നു. സ്വർഗം വളരെ പ്രധാനപ്പെട്ടത് എന്ന് മഹാബലിയുടെ കഥയിലൂടെ നമുക്ക് ഒരുപാട് തരുന്നു. അപ്പോൾ ഈ കഥ വളരെ 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 സരസമായി കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാം. പക്ഷേ യഥാർത്ഥ ഭാഗം വേദവ്യാസന്റെ രീതിക്കാണ്. വേദവ്യാസം നമുക്ക് 35-ാം വയസ്സിൽ വേദങ്ങൾ മുഴുവൻ പകുത്ത മനുഷ്യനാണ്. അദ്ദേഹം വെറും കള്ളത്തരം എഴുതി വെച്ചതല്ല. അപ്പോൾ നമുക്കത് വിശ്വസിക്കാം. നമ്മുടെ മനസ്സിൽ നമുക്ക് എല്ലാവരും ഉണ്ടാകട്ടെ. അഹം ബ്രഹ്മാസ്മിയായി തത്വമസിയിലേക്ക് വളരാനുള്ള ഒരു പ്രചോദനം ഓണക്കാലത്ത് നമുക്ക് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. എല്ലാവർക്കും ഓണാശംസകളോടെ.
333. ആരാണ് വിജയ്? വിജയ് സ്റ്റേജിലേക്ക് കടന്നു വരിക. 333. 333. രണ്ടാമത് വിജയ് 459. 459. 459. The first prize goes to Anisha Binu. Can I have Anisha Binu to stage? And I'm inviting Joe Mitchell, our president, to pass the prize. And the second place goes to 459. Will we have Philly Chase John to the stage? I invite Mia Alexander for winning second prize, sweet picking. Mia Alexander onto the stage, please. And the next is 50-meter race for the kids, and that's again Philly Chase John, the first prize. The second prize goes to Mia Alexander again in 50-meter race. The first prize for 50-meter race goes to Rohan Matthew. Rohan Matthew, please come to the stage. And the second place go to Matthew Shino for 50-meter race. കുട്ടികളെ ഒന്ന് പ്രോത്സാഹിപ്പിക്കുക. The second place go to Matthew Shino. The 50 meters category, the first prize goes to Anu Maria Roy. Anu Maria Roy on the stage, please. For the girls, second place go to Ria Rose Reggie. And the first prize in musical chair goes to Matthew Shino. Matthew Shino, please. And the second prize is Milan Manoj. ഒരു കയ്യടിയാവാം. The next one is for the musical chair, and the first prize goes to Elizabeth Shino. The second prize for musical chair goes to Divina Abraham. For passing the ball, the first prize go to Kevin Abraham. Passing the ball, second prize goes to Ria Rose Reggie. Ria Rose Reggie. കയ്യടി നന്നായിട്ടൊന്ന് മുറുകട്ടെ കേട്ടോ. Please clap your hands. ഇതാണ് അവർ മോട്ടിവേറ്റ് ചെയ്യുന്നത്. The first prize in memory test goes to Divina Abraham. And for the same, the second place go to Rian Thomas. The first prize in lemon and spoon race, Anisha Binu. Anisha Binu onto the stage, please. And the second prize goes to Ansi Robin. The bread biting first prize goes to James John. The bread biter, James John onto the stage, please. കയ്യടിയുടെ ശക്തി വീണ്ടും കുറയുകയാണ്. കൂടി വരട്ടെ. And we all clap for them, please.
Shaji Joseph, second prize in breadbiting. കയ്യിലൊരു ശക്തി ഒന്നുകൂടി കൂടി വരട്ടെ പ്ലീസ്. The first prize in polo straw goes to Tosi and Rekha. The first prize in polo straw goes to Tosi and Rekha. Can we have Rekha, please? And the second place the first place goes to Rekha and Josie. And the second place goes to Lijo and Lissy. The first prize for Pottuguthal, and it is for Anisha Bilu. And the second prize for Pottuguthal for Tracy Saji. Tracy Saji on the stage, please. By this we have finished sports competition prizes. We have a certificate and a trophy for all the participants who participate in the cultural events. I invite Anne Jomi to come onto the stage for a dance performance. Anne Jomi. Shruti Lucas for dance program. Ria Reggie Abraham for dance. This is Shruti Lucas. And we have now Ria Reggie. The next is Nimisha Manu. Nimisha Manu. Anne Mary Lucas for a dance performance. Anne Mary Lucas. This is Nimisha Manu. Can we have Anne Mary Lucas, please? Here we have Anne Mary Lucas. And the next is Elizabeth Shino. Can we have Elizabeth Shino, please? Sneha Ravi, please, for dance performance. Sneha Ravi. Rian Thomas for a dance performance again. Rian Thomas. And this is Rian Thomas. The next is Kevin Richie Ralston. Annabelle Baiju for a dance performance. Annabelle Baiju onto the stage, please. Can we have Annabelle Baiju, please? The next one is Abhi Raghu. Abhi Raghu. The next participant, Sauvarnika Gopalakrishnan. Sauvarnika Gopalakrishnan.
next is Divina Abraham. Next participant, Janet Teresa Prince. Janet Teresa Prince for the dance performance. The next is Pooja Madhu. I don't think she's here. Janice Marianne Prince. Can we have Siona Joby? Sorry, Siona Joby. The next, can we have Gia Alexander? Gia Alexander. Rice Thomas, please. This is Rice Thomas. The next is Megha Ravi. Ipin Tolly for the boys' Western dance. This is Megha Ravi. And we have Ipin Tolly here. The next one is Kevin Abraham. Kevin Abraham. For the boys' Western dance, Kevin Abraham. The next is Dino Abraham, again for the boys' Western dance. The next is Fabin John for the boys' Western dance. And Ansel Sebastian again for the boys' Western dance. Special prize, and that is for the performance for GCSE A level goes for Nikita Jacob. Can we have Nikita Jacob to the stage, please? Please give it a loud round of applause. And this is Nikita Jacob for the best performance in GCSE level.
the dance teachers who have spent the weeks and weeks for preparing the students,
our permanent future cinematographer, Mr. Roy, for his dedication. Sound systems, Jason team for their beautiful songs and filling the gap in beauty and for the good quality of the program. The catering team, volunteers, parents, they put all the hard work behind the children for all these past weeks. The children who participated, they have to be motivated and encouraged as well. The school management team, the participants, spectators, and if in case I missed anybody, and the backbenching dancers as well. Thank you all for making this program a great success and giving such a great support to this ever-expanding, vibrant Newport community. Thank you, one and all. Shall we all stand up for the national anthem, please? And we'll have to vacate the hall. They've asked us to vacate.